ഈ ആക്രമണം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇപ്പോൾ അബുദാബിയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ കെസാദ്, അതായത് ഖലീഫ എക്കണോമിക് സോൺസ് അബുദാബി, അവിടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഇത് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ തീപിടുത്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. അതിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഒരു നിസ്സാരമായ പരിക്ക് മുതൽ അല്പം സാരമായ പരിക്ക് വരെ എന്ന രീതിയിലാണ് ഇപ്പോൾ അബുദാബി മീഡിയ ഓഫീസ് ഔദ്യോഗികമായിട്ട് ഈ വിവരം പുറത്തുവിടുന്നത്. ആദ്യം ഈ തീപിടുത്തം ഉണ്ടായി ഇത് മുഴുവനായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നില്ല. അതായത് ഇത്രയും സമയമായിട്ടും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു അവ്യക്തത കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സാരമായി തന്നെ തീപിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് ഉണ്ടായ ഒരു തീപിടുത്തമാണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ അബുദാബിയിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഇന്ത്യക്കാരൻ മരിച്ചു. ഒപ്പം തന്നെ നിരവധി കാറുകൾ കത്തിപ്പോവുക വരെ ചെയ്തിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ താഴെ പതിച്ചുണ്ടാകുന്ന അപകടം അത് കൂടുകയാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ അലേർട്ട് സംവിധാനങ്ങളോട് ആളുകൾ അത്ര കണ്ട് ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഇഞ്ചുറികൾ വരെ പറ്റിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. കാര്യമായ ഒരു ജീവഹാനി വരുന്ന തരത്തിലേക്ക് ആ ഒരു അപകടം മാറില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ ആക്രമണം ഉണ്ടായി ഇത്രയധികം പേർക്ക് ഒരേ നിലയിൽ പരിക്കേൽക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് അടിക്കടി ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.